ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോൻ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ടില്ല, ഇതേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. ആ MP-മാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കില്ല. MP-മാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF-ന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പറ്റും. ഇലക്ഷൻ കാലത്ത് സർവ്വസാധാരണമാണ് റോഡിലെ വാഹന പരിശോധന. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇലക്ഷൻ സ്ക്വാഡിനാണ് ഈ ചുമതല. അങ്ങനെ വളരെ സാധാരണ നിലയിൽ നിലമ്പൂരിലെ കനോലി പ്ലോട്ടിൽ നടന്ന ഒരു പരിശോധന. അതിനെതിരെയാണ് കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ MP-യുടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെയും ഈ ആക്രോശം. പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ? എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണി എടുക്കണമെങ്കിൽ CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളെ കൂടെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അത് നിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തുക മാത്രമല്ല ഈ കോൺഗ്രസ് നേതാക്കൾ ചെയ്തത്. ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു, ഭീഷണിപ്പെടുത്തി. എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ചർച്ചകൾ ഉണ്ടാക്കാനാവുമോ എന്നാണ് UDF നേതാക്കളുടെ നിരന്തര ശ്രമം. അതിനുള്ള തിരിച്ചടി കൂടിയാണ് ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് പെട്ടിനാടകം പൊളിഞ്ഞതിലൂടെ അവർക്കു ലഭിച്ചത്. അവരെ മാത്രം അവമാനിക്കാനും മറ്റുള്ളവരെല്ലാം പരിശോധിക്കുമ്പോൾ അവരെ സ്നേഹിക്കാനുമാണ്. അതൊരു പുതിയ സംഭവമല്ലേ നിങ്ങൾക്ക്? അതായത് ഇവർക്ക് വേറെ ഒരു പൊളിറ്റിക്സും പറയാനില്ല, ഒരു രാഷ്ട്രീയവും പറയാനില്ല. നിരായു സ്വീകരിക്കപ്പെട്ട UDF-നെയാണ് ഇവിടെ കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് പറഞ്ഞു തുടങ്ങിയ പെൻഷന്റെ കാര്യം മുതൽ പെൻഷൻ കൈക്കൂലിയാണ് എന്നാദ്യം പറഞ്ഞു. പിന്നീട് ഈ ഹിന്ദു മഹാസഭ ഉൾപ്പെടെയുള്ളവരെല്ലാം ചേർന്നിട്ടാണ് എന്ന് പറഞ്ഞു. എല്ലാം പൊളിഞ്ഞ് തമ്പോറായപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യവും പറയാനില്ലാതിരിക്കുമ്പോൾ ഓരോന്ന് പറയുകയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിലെന്താ ഇപ്പോൾ അത്ഭുതമുള്ളത്? പിന്നെ പക്ഷേ ഞങ്ങൾ രാജാക്കന്മാരാന്നാ? നമ്മളെ ഒന്നും ഒരു തരത്തിലും പരിശോധിക്കും. ഞങ്ങളെല്ലാം വാഹനങ്ങളും പരിശോധിക്കുന്നതിൽ യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ആർക്കും പരിശോധിക്കുന്നതിന് കുഴപ്പം. കോൺഗ്രസ് MLA-യുടെയും MP-യുടെയും വാഹനം മാത്രമല്ല പരിശോധിച്ചത്. മന്ത്രി V. അബ്ദുറഹ്മാൻ, K. രാധാകൃഷ്ണൻ MP, കോൺഗ്രസ് നേതാവായ M. ലിജു, ലീഗ് നേതാവ് അബ്ദുൽ വഹാബ്, ഒരു മജിസ്ട്രേറ്റ് തുടങ്ങിയവരുടെയും പുറമെ സാധാരണക്കാരുടെയും അടക്കം വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഇവർക്കൊന്നുമില്ലാത്ത പ്രശ്നമാണ് ഷാഫിക്കും രാഹുലിനും എന്നതാണ് വിചിത്രം. കോൺഗ്രസ് നേതാക്കളുടെ വാഹന പരിശോധന എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് മറ്റൊരു വിചിത്രം. സംസ്ഥാന ഗവൺമെൻറ്റിന് തെരഞ്ഞെടുപ്പ് നടത്തി കൊടുക്കുക എന്നുള്ള ചുമതല മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതല. ഉദാഹരണം, ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത്. മന്ത്രിയായിരുന്ന സമയത്ത് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോഴും സ്ഥാനാർത്ഥിയായ എൻ്റെ വണ്ടി പോലും പല ഘട്ടങ്ങളിൽ പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധന സമയത്ത് നമ്മളതിനെ എതിരായിട്ട് ഉദ്യോഗസ്ഥന്മാർ തട്ടിക്കയറി അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി നിർവഹണത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയല്ലേ ചെയ്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന, അത് ആർക്കും പ്രത്യേക ഇമ്മ്യൂണിറ്റി ഇല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരാൾക്കും ഇതിൻ്റെ പരിഗണന ഒന്നുമില്ല. എല്ലാവരോടും ഒരുപോലെ പെരുമാറുക എന്നുള്ളതാണ് സാധാരണ ഇത്. അതുതന്നെയായിരിക്കും ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെ വണ്ടി ഇന്ന് കാലത്ത് പരിശോധിച്ചു. പരിശോധനയ്ക്ക് നമ്മളൊന്നും തടസ്സമല്ല. പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അനധികൃതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. അത് നമ്മൾ ചെയ്യുന്നില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആര് പരിശോധിച്ചാലും എന്താ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതുവരെ UDF ഇറക്കിയ അനേകം പച്ചക്കള്ളങ്ങളും അധിക്ഷേപങ്ങളും പൊളിയുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. വൈദ്യുത കെണിയിൽ വിദ്യാർത്ഥി മരിച്ച സംഭവം മുതലെടുപ്പിന് ശ്രമിച്ചു. മുഖ്യമന്ത്രി മലപ്പുറത്തെ അധിക്ഷേപിച്ചെന്ന വ്യാജ ആരോപണം. പുറമെ മുതിർന്ന കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ പെൻഷൻകാരെ കൈക്കൂലിക്കാരെന്ന് ആക്ഷേപിച്ചത്. എന്നിങ്ങനെ പോകുന്നു ഇലക്ഷൻ കാലത്തെ UDF-ന്റെ നീച നീക്കങ്ങൾ. ഈ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു വീണതോടെയാണ് പെട്ടിനാടകം. ഒടുവിൽ ആ നാടകവും പൊട്ടി. ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അപകടത്തിലാകും സ്ഥിതി എന്ന തിരിച്ചറിവാണ് രാഷ്ട്രീയത്തിൽ നിന്നുമുള്ള അരാഷ്ട്രീയതയിലേക്കുള്ള ഒളിച്ചോട്ടം. ആ ഒളിച്ചോട്ടമാണ് ഇവിടെ നടക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്ക് നല്ല കുട്ടി സർട്ടിഫിക്കറ്റ് നൽകിയതും പെൻഷൻ വാങ്ങുന്നവരെ അപമാനിച്ചതും ദേശീയപാത
NH-66 പൂർത്തീകരിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ടതുമൊക്കെ നാട്ടിലിപ്പോൾ ചർച്ചയാണ്. ആ ചർച്ചയിൽ നിന്നും രക്ഷ നേടാനുള്ള ഒളിച്ചോട്ട ശ്രമങ്ങൾ തുടരും. നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കും. ഈ വിഷയത്തിൽ എം സ്വരാജിന്റെ മറുപടി ശ്രദ്ധേയമാണ്. ഇലക്ഷൻ കാലത്ത് UDF നേതാക്കളുടെ പെട്ടി മാത്രം പരിശോധിക്കരുതെന്ന നിയമ ഭേദഗതി കൊണ്ടുവരണം എന്നതായിരുന്നു ആ പരിഹാസം നിറഞ്ഞ പ്രതികരണം. മറിച്ചൊരു മറുപടി അവർ അർഹിക്കുന്നില്ലെന്നതാണ് വസ്തുത.